വേറ്റിവിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രി പി എസ് സി എക്സാം സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൈക്രോബയോളജിയിലെ കൾച്ചറൽ മീഡിയ എന്നുള്ള ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒപ്റ്റോമെട്രി എക്സാംസിന് മാത്രമല്ല ലാബ് അസിസ്റ്റൻറ്റ് എക്സാംസും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതിനും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണിന്ന്. നമ്മുടെ സിലബസിലെ ഫസ്റ്റ് സെക്ഷനായിട്ടുള്ള അനാട്ടമി ഓഫ് ദി ഐബോൾ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മൈക്രോബയോളജിയിൽ മെയിനായിട്ടും 2 ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, വേരിയസ് ഓർഗാനിസംസ് റെസ്പോൺസിബിൾ ഫോർ ഒക്കുലാർ ഡിസീസസ്, ബാക്ടീരിയ, വൈറസസ്. ഈ ഒരു ടോപ്പിക്ക് ഒക്കുലാർ ഡിസീസസ് എടുക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് എടുക്കുന്നതാണ് കൂടുതലായിട്ട് നന്നാവുക. അപ്പോൾ അത് ആ ഒരു സമയത്ത് പറയാം. നമ്മൾ ഇന്ന് എടുക്കുന്നത് കോമൺ മൈക്രോബയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നതിലെ കൾച്ചർ മീഡിയാസിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ്. നമ്മുടെ എക്സാമിന് ഒരുപാട് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. കൾച്ചർ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ആദ്യം തന്നെ കഴിഞ്ഞ DMEയുടെ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ദ ഫോളോവിങ് ആർ ട്രൂ റിഗാർഡിംഗ് ചോക്ലേറ്റ് അഗർ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ, enriched medium made by heating a mixture of sheep blood and nutrient agar. B, contains X and V factors. C, used to grow fastidious organisms. D, can indicate the degree of hemolysis caused by hemolysin. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്യാൻ ഇൻഡിക്കേറ്റ് ദി ഡിഗ്രി ഓഫ് ഹീമോലൈസിസ് കോസ്ഡ് ബൈ ഹീമോലൈസിൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോക്ലേറ്റ് അഗറിൻ്റെ പ്രോപ്പർട്ടി അല്ല, അത് ബ്ലഡ് അഗറിൻ്റെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. ബാക്കി എല്ലാ ഓപ്ഷൻസും enriched medium made by heating a mixture of sheep blood and nutrient agar, contains X and V factors, used to grow fastidious organisms, ഇതെല്ലാം ശരിയാണ്. നമുക്ക് കൾച്ചർ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതൊന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബേസിക് കൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് കൾച്ചർ മീഡിയ. ഓപ്ഷൻസ്: എ, വാട്ടർ, ബി, ഇലക്ട്രോലൈറ്റ്, സി, പെപ്റ്റോൺസ്, ഡി, ഓൾ ഓഫ് ദ എബോവ്. കൾച്ചർ മീഡിയ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് കൾച്ചർ? ഇസ് ദ ടേം ഗിവൻ ടു മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ദി ലാബ് ഫോർ ദ പർപ്പസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് സ്റ്റഡിയിങ് ദം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയും സ്റ്റഡി ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി മീഡിയ എന്താണ്? ഇസ് ദ ടേം ഗിവൻ ടു ദ combination of ingredients that will support the growth and cultivation of microorganisms by providing all the essential nutrients required for the growth, that is multiplication, in order to cultivate these microorganisms in large number to study them. അപ്പോൾ നമുക്ക് കൾച്ചർ ചെയ്യേണ്ട ഈ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ലാർജ് എമൗണ്ടിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താലേ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റഡീസ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൾച്ചർ മീഡിയത്തിൽ അടങ്ങിയിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ് ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെയൊക്കെ ഗ്രോത്തിനും കൾട്ടിവേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഈ കൾച്ചർ മീഡിയയിൽ അടങ്ങിയിട്ടുള്ള ബേസിക് കൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണെന്നാണ്. ഇതിൻ്റെ ആൻസർ ഡി, ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ് ആണ്. വാട്ടറും ഇലക്ട്രോലൈറ്റും പെപ്റ്റോൺസും ഒക്കെ കൾച്ചർ മീഡിയയുടെ ബേസിക് കൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് പറയുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓൾ ദ ഫോളോവിങ് ആർ ട്രൂ റിഗാർഡിംഗ് അഗർ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ, ഇറ്റ് ഈസ് സോൾഡിഫൈയിങ് കൾച്ചർ മീഡിയ. ബി, അഗർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ബ്രൗൺ ആൽഗെ. സി, പ്രൊവൈഡിംഗ് ന്യൂട്രീഷൻ ടു ബാക്ടീരിയ. ഡി, നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബാക്കിയെല്ലാം കറക്റ്റാണ്. അതായത് അഗർ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചർ മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൾച്ചർ മീഡിയയെ സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഗർ യൂസ് ചെയ്യുന്നത്. അഗർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ബ്രൗൺ ആൽഗെ. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ബ്രൗൺ ആൽഗയിൽ പെട്ടിട്ടുള്ള സീവീഡ്സ് എന്നറിയപ്പെടുന്ന ജെലിഡിയം, ഗ്രാസിലേറിയ ഇവയൊക്കെയാണ് അഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുള്ള പ്രൊവൈഡിങ് ന്യൂട്രീഷൻ ടു ബാക്ടീരിയ, ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. Agar does not provide any nutrition to bacteria. It only solidifying the culture media. All are true about simple or basal media except. Options: A, it promotes the growth of non-fastidious organism. B, it promotes growth of fastidious organism. C, nutrient agar is a type of simple media. D, base for many media. നമ്മൾ കൾച്ചർ മീഡിയയെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് ലിക്വിഡ് മീഡിയ, സെമി സോളിഡ് മീഡിയ, സോളിഡ് മീഡിയ. ബേസ്ഡ് ഓൺ പ്രസൻസ് ഓഫ് മോളിക്കുലർ ഓക്സിജൻ ആൻഡ് റെഡ്യൂസിങ് സബ്സ്റ്റൻസസ്, എയറോബിക് മീഡിയ ആൻഡ് അനറോബിക് മീഡിയ. എയറോബിക് മീഡിയ ആകുമ്പോൾ അതിൽ ഓക്സിജൻ പ്രസൻ്റ് ആയിരിക്കും, എന്നാൽ അനറോബിക് മീഡിയ ആകുമ്പോൾ ഓക്സിജൻ ഉണ്ടാവില്ല, റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്. സിമ്പിൾ മീഡിയ, കോംപ്ലെക്സ് മീഡിയ, സിന്തറ്റിക് മീഡിയ, സ്പെഷ്യൽ മീഡിയ. ഇതിൽ ഈ സ്പെഷ്യൽ മീഡിയ എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അത് പല ടൈപ്പ് ഉണ്ട്. എൻറിച്ച്ഡ് മീഡിയ, എൻറിച്ച്മെൻറ്റ് മീഡിയ, സെലക്റ്റീവ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ ആൻഡ് ഷുഗർ മീഡിയ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യന് ഏത് മീഡിയയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദിച്ചിട്ടുള്ളത്? സിമ്പിൾ മീഡിയ. സിമ്പിൾ മീഡിയ തന്നെ ബേസൽ മീഡിയ എന്നും പറയും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഏതാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്യാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഇറ്റ് പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് നോൺ ഫാസ്റ്റീഡിയസ് ഓർഗാനിസംസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ മീഡിയയിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള കൺസ്റ്റിറ്റ്യുവൻസ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും അതിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നോൺ ഫാസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് മാത്രമേ അത് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുള്ളൂ. ബി എന്താണ്? ഇറ്റ് പ്രൊമോട്ട്സ് ഗ്രോത്ത് ഓഫ് ഫാസ്റ്റീഡിയസ് ഓർഗാനിസംസ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫാസ്റ്റീഡിയസ് ഓർഗാനിസത്തിന് എന്ത് വേണം? സ്പെഷ്യൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആവശ്യമാണ്. അത് പക്ഷേ ബേസൽ മീഡിയയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അതാണ് റോങ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ന്യൂട്രിയൻ അഗർ ഈസ് എ ടൈപ്പ് ഓഫ് സിമ്പിൾ മീഡിയ. അത് ശരിയാണ്. ന്യൂട്രിയൻ്റ് അഗർ, അതുപോലെ ന്യൂട്രിയൻ ബ്രോത്ത്, ഇങ്ങനെയൊക്കെ കണ്ട അതൊക്കെ സിമ്പിൾ മീഡിയയുടെ എക്സാമ്പിൾസ് ആണ്. ഡി എന്താണ്? ബേസ് ഫോർ മെനി മീഡിയ. അതും ശരിയാണ്. ഈ സിമ്പിൾ അല്ലെങ്കിൽ ബേസൽ മീഡിയയിലേക്ക് എക്സ്ട്രാ ന്യൂട്രിയൻസും ഗ്രോത്ത് ഫാക്ടേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള മീഡിയംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ബാക്കിയെല്ലാം സിമ്പിൾ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ്, സിമ്പിൾ ഓർ ബേസൽ മീഡിയ ഇൻക്ലൂഡ്സ് ഓപ്ഷൻസ്: എ ന്യൂട്രിയൻ്റ് അഗർ, ബി ന്യൂട്രിയൻ ബ്രോത്ത്, സി സെമി സോളിഡ് മീഡിയ, ഡി ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ എബോ ആണ്. ഓപ്ഷൻ ഡി ആണ്. ന്യൂട്രിയൻ അഗറും ന്യൂട്രിയൻ ബ്രോത്തും സെമി സോളിഡ് മീഡിയ ഒക്കെ ബേസൽ മീഡിയയ്ക്ക് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലഡ് അഗർ മീഡിയം ഈസ് ഓപ്ഷൻസ്: എ എൻറിച്ച്മെൻറ്റ് മീഡിയം, ബി എൻറിച്ച്ഡ് മീഡിയം, സി സെലക്റ്റീവ് മീഡിയം, ഡി ഡിഫറൻഷ്യൽ മീഡിയം. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി എൻറിച്ച്ഡ് മീഡിയം ആണ്. ഇവിടെ പറഞ്ഞവയൊക്കെ സ്പെഷ്യൽ മീഡിയ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നവയാണ്. അതിൽ എൻറിച്ച്ഡ് മീഡിയത്തിൽ ഉൾപ്പെടുന്നതാണ് ബ്ലഡ് അഗർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദ ഫോളോവിങ് ആർ true about enriched media except options: A it promotes growth of both fastidious and non-fastidious organisms, B blood agar is an example of enriched media, C chocolate agar is an example of enriched media, D clad agar is a type of enriched media. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലഡ് അഗർ എന്ന് പറയുന്നത് എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതല്ല. ക്ലഡ് അഗർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിഫറൻഷ്യൽ മീഡിയ. ഇനി എൻറിച്ച്ഡ് മീഡിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ഓരോ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് പ്രൊമോട്ട്സ് ഗ്രോത്ത് ഓഫ് ബോത്ത് ഫാസ്റ്റീഡിയസ് ആൻഡ് നോൺ ഫാസ്റ്റീഡിയസ് ഓർഗാനിസം. ഇത് കറക്റ്റാണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ബ്ലഡ് അഗർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എൻറിച്ച്ഡ് മീഡിയ. നെക്സ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ചോക്ലേറ്റ് അഗർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എൻറിച്ച്ഡ് മീഡിയ. ഇത് രണ്ടും ശരിയാണ്. ബ്ലഡ് അഗറും ചോക്ലേറ്റ് അഗറും എൻറിച്ച്ഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾസ് ആണ്. ഈ ബ്ലഡ് അഗറും ചോക്ലേറ്റ് അഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ അറിഞ്ഞിരിക്കണം. ഈ ഭാഗത്തു നിന്നുമാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ എക്സാമിന്. ഈ ബ്ലഡ് അഗറും ചോക്ലേറ്റ് അഗറും ഒക്കെ മെയിനായിട്ട് ഫാസ്റ്റീഡിയസ് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബ്ലഡ് അഗർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ഷീപ്പ് ബ്ലഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 5 to 10% കോൺസെൻട്രേഷനിൽ ഷീപ്പ് ബ്ലഡ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യും. ഇനി ബ്ലഡ് അഗർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡിറ്റക്ഷൻ ഓഫ് ഹീമോലൈസിസ് പ്രോപ്പർട്ടി ഓഫ് ബാക്ടീരിയ. ആൽഫ, ബീറ്റ ഹീമോലൈസിസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിൽ മെയിനായിട്ട് ആൽഫ ആൻഡ് ബീറ്റ ഹീമോലൈസിസ് ബാക്ടീരിയാസിൻ്റെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഡ് അഗർ യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ DME ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോക്ലേറ്റ് അഗറിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡിറ്റക്ഷൻ ഓഫ് ഹീമോലിറ്റിക് പ്രോപ്പർട്ടി ഓഫ് ബാക്ടീരിയ ബൈ ഹീമോലൈസിൻ. ഇത് ബ്ലഡ് അഗറിൻ്റെ പ്രോപ്പർട്ടിയാണ്, ചോക്ലേറ്റ് അഗറിൻ്റെ പ്രോപ്പർട്ടി അല്ല. ഇനി ഈ ചോക്ലേറ്റ് അഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബ്ലഡ് അഗറിനെ നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്താൽ അതൊരു ബ്രൗൺ കളറായിട്ട് മാറും.
അങ്ങനെയാണ് നമ്മൾ ചോക്ലേറ്റ് അഗർ പ്രിപ്പയർ ചെയ്യുന്നത്. ബ്ലഡ് അഗറിനെ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് അഗർ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ചോക്ലേറ്റ് അഗറും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയാസിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഹീമോഫീലസ് ഇൻഫ്ലുവൻസെ. അപ്പോൾ എൻറിച്ച്ഡ് മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ബോത്ത് ഫാസ്റ്റീഡിയസ് ആൻഡ് നോൺ ഫാസ്റ്റീഡിയസ് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയുമ്പോഴും മെയിനായിട്ട് ഫെസ്റ്റീഡിയസ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്ലഡ് അഗർ, ചോക്ലേറ്റ് അഗർ, ഇത് കൂടാണ്ട് ലോയഫ്ലസ് സെറം, അതുപോലെ BHI അഗർ, ഇതും കൂടെ ഈ എൻറിച്ച്ഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾസ് ആണ്. ഇതിൽ ഈ ലോയഫ്ലസ് സെറം മെയിനായിട്ട് കൊറിനി ബാക്ടീരിയം, ഡിഫ്തീരിയയുടെയൊക്കെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂഷ്വൽ കോൺസെൻട്രേഷൻ ഓഫ് അഗർ യൂസ്ഡ് ഇൻ കൾച്ചർ മീഡിയ. ഓപ്ഷൻസ്: A 2%, B 3%, C 4%, D 5%. നമ്മൾ പറഞ്ഞിരുന്നു അഗർ നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയത്തിനെ സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അതിൻ്റെ യൂഷ്വൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്, 2% ആണ്. നെക്സ്റ്റ്, യൂഷ്വൽ കോൺസെൻട്രേഷൻ ഓഫ് ബ്ലഡ് യൂസ്ഡ് ഇൻ ബ്ലഡ് അഗർ. ഓപ്ഷൻസ്: A 10%, B 15%, C 20%, D 25%. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബ്ലഡ് അഗർ എന്ന് നമ്മൾ ബ്ലഡ്, ഷീപ്പ് ബ്ലഡൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതൊരു 5 to 10% കോൺസെൻട്രേഷനാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ 10 ആണ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ A 10%. 5 to 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കൂടുതൽ അക്യുറേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എൻറിച്ച്മെൻറ്റ് ബ്രോത്ത്. ഓപ്ഷൻസ്: A allow certain organisms to grow and inhibit others. B it is a type of solid media. C allow both fastidious and non-fastidious organisms to grow. D it includes chocolate agar. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എൻറിച്ച്മെൻറ്റ് ബ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എൻറിച്ച്ഡ് മീഡിയ അല്ല. എൻറിച്ച്ഡ് മീഡിയയും എൻറിച്ച്മെൻറ്റ് ബ്രോത്തും തമ്മിൽ മാറിപ്പോകരുത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. അലോ സെർട്ടൻ ഓർഗാനിസംസ് ടു ഗ്രോ ആൻഡ് ഇൻഹിബിറ്റ് അതേഴ്സ്. ഓപ്ഷൻ B എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സോളിഡ് മീഡിയ എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. ഇതൊരു ലിക്വിഡ് മീഡിയ ആണ്. അതുപോലെ ഓപ്ഷൻ C, ഓപ്ഷൻ D എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ചോക്ലേറ്റ് അഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് അഗർ എൻറിച്ച്ഡ് മീഡിയയിൽ വരുന്നതാണ്, എൻറിച്ച്മെൻറ്റ് ബ്രോത്തിൽ വരുന്നതല്ല. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ A മാത്രമാണ്. ഇതിൽ നമ്മൾ കുറച്ച് ഇൻഹിബിറ്റിംഗ് ഏജൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ളവയുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതും. സ്റ്റൂൾ, അതുപോലെ സ്പ്യൂട്ടം, ഇവയുടെയൊക്കെ കൾച്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എൻറിച്ച്മെൻറ്റ് ബ്രോത്ത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എക്സാമ്പിൾ ഓഫ് എൻറിച്ച്മെൻറ്റ് ബ്രോത്ത് ഈസ്. ഓപ്ഷൻസ്: A ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ, B ഗ്രാം നെഗറ്റീവ് ബ്രോത്ത്, C ടെട്രാതയോണേറ്റ് ബ്രോത്ത്, D ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ, ഗ്രാം നെഗറ്റീവ് ബ്രോത്ത്, ടെട്രാതയോണേറ്റ് ബ്രോത്ത്, ഇവയെല്ലാം എൻറിച്ച്മെൻറ്റ് ബ്രോത്തിന് എക്സാമ്പിൾസ് ആണ്. ഇതിൽ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ മെയിനായിട്ടും വിബ്രിയോ കോളറയുടെ ഐസൊലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗ്രാം നെഗറ്റീവ് ബ്രോത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഷിഗല്ലയുടെ ഐസൊലേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് ടെട്രാതയോണേറ്റ് ബ്രോത്ത്. ഇത് ഏത് ബാക്ടീരിയയുടെ ഐസൊലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സാൽമൊണല്ല ടൈഫി. ഇത്രയും കാര്യങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സെലക്റ്റീവ് മീഡിയ. ഓപ്ഷൻസ്: A it is a type of solid media, B allow only selected organisms to grow and inhibit others, C LJ, DCA and TBA media are the examples of selective media, D nutrient broth is an example of selective media. മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓപ്ഷൻ D ആണ് ഇതിൻ്റെ ആൻസർ. ന്യൂട്രിയൻ ബ്രോത്ത് എന്ന് പറയുന്നത് നമ്മളെ ബേസിക് മീഡിയയ്ക്ക് എക്സാമ്പിളാണ്, സെലക്റ്റീവ് മീഡിയയുടെ എക്സാമ്പിൾ അല്ല. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കറക്റ്റാണ്. ഇതൊരു സോളിഡ് മീഡിയ ആണ്. അതുപോലെ ഇതും നമ്മുടെ എൻറിച്ച്മെൻറ്റ് ബ്രോത്ത് പറഞ്ഞ പോലെ തന്നെ അലോ ഓൺലി സെലക്റ്റഡ് ഓർഗാനിസംസ് ടു ഗ്രോ. സെലക്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യാൻ അലോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും. അതുപോലെ LJ, DCA, TBA മീഡിയ ആർ ദ എക്സാമ്പിൾസ് ഓഫ് സെലക്റ്റീവ് മീഡിയ. ഇതിൽ LJ മീഡിയത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? ലോവൻസ്റ്റൈൻ ജെൻസൻസ് മീഡിയ. LJ മീഡിയം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസിൻ്റെ ഐസൊലേഷന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, DCA മീഡിയ. അതെന്താണ്? ഡിയോക്സി കോളേറ്റ് സിട്രേറ്റ് അഗർ. ഇത് എന്തിൻ്റെ ഐസൊലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് സാൽമൊണല്ലയുടെയും
ഷിഗല്ലയുടെയും ഐസൊലേഷന് വേണ്ടിയിട്ട് DCA മീഡിയം യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് TBA, ടെല്ലൂറൈറ്റ് ബ്ലഡ് അഗർ. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കൊറിനി ബാക്ടീരിയത്തിൻ്റെ ഐസൊലേഷന് വേണ്ടിയിട്ടാണ്. ഓർത്ത് വെക്കാൻ പറ്റുന്നവർ ഇത് ഓർത്ത് വെക്കുക. എന്തായാലും LJ, DCA, TBA ഇവയൊക്കെ സെലക്റ്റീവ് മീഡിയത്തിന് എക്സാമ്പിൾസ് ആണെന്ന് ഓർക്കുക. ഇവ കൂടാതെ PTA എന്ന് പറഞ്ഞ മീഡിയയും, അതായത് പൊട്ടാസ്യം ടെല്ലൂറൈറ്റ് അഗർ, ഇതും നമ്മുടെ സെലക്റ്റീവ് മീഡിയയ്ക്ക് എക്സാമ്പിളാണ്. അത് കൊറിനി ബാക്ടീരിയത്തിൻ്റെ തന്നെയാണ് അതും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ട്രാൻസ്പോർട്ട് മീഡിയ. ഓപ്ഷൻസ്: A, special media required for transport of microorganisms. B, bacteria can multiply in this medium. C, LJ medium is an example for this. D, none of the above. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. ട്രാൻസ്പോർട്ട് മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ മീഡിയ റിക്വയർഡ് ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. ബാക്ടീരിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ മീഡിയത്തിൽ. ഇത് ട്രാൻസ്പോർട്ടിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ബാക്ടീരിയസിനൊന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ LJ മീഡിയ എന്ന് പറയുന്നത് സെലക്റ്റീവ് മീഡിയക്കാണ് എക്സാമ്പിൾ, ട്രാൻസ്പോർട്ട് മീഡിയക്കല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദ ഫോളോവിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്പോർട്ട് മീഡിയ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: A, പൈക്സ് മീഡിയ, B, സ്റ്റുവർട്ട്സ് മീഡിയം, C, VR മീഡിയം, D, പൊട്ടാസ്യം ടെല്ലൂറൈറ്റ് അഗർ. കണ്ടപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓപ്ഷൻ D ആണ് ആൻസർ. പൊട്ടാസ്യം ടെല്ലൂറൈറ്റ് അഗർ എന്തിന് എക്സാമ്പിളാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ സെലക്റ്റീവ് മീഡിയയ്ക്ക് എക്സാമ്പിളാണ്. ബാക്കി പൈക്സ് മീഡിയം, സ്റ്റുവർട്ട്സ് മീഡിയം, VR മീഡിയം ഇവയൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ലാബിൽ നിന്നും മറ്റൊരു ലാബിലേക്ക് സ്പെസിമെൻസിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയാസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പൈക്സ് മീഡിയം മെയിനായിട്ട് സ്ട്രെപ്റ്റോകോക്കസിൻ്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റുവർട്ട്സ് മീഡിയം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നെയ്സീരിയയുടെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. VR മീഡിയം അഥവാ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് വിബ്രിയോ കോളറയുടെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങളും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഡിഫറൻഷ്യൽ മീഡിയ. ഓപ്ഷൻസ്: A, used to differentiate two groups of bacteria. In this media, a special type of indicator is used which helps to color changing of colony according to bacterial groups. C, McConkey agar and Cled agar are example for differential media. Option D, all of the above. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D, all of the above ആണ്. ഡിഫറൻഷ്യൽ മീഡിയ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. It is used to differentiate two groups of bacteria. ശരിയാണ്. In this media, a special type of indicator is used which helps to color changing of colony according to bacterial groups. അതുപോലെ മാക്കോക്കി അഗറും ക്ലഡ് അഗറും ആണ് ഡിഫറൻഷ്യൽ മീഡിയക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മാക്കോങ്കി അഗർ. ഓപ്ഷൻസ്: A, special differential media mainly used for isolation of the gram-negative bacteria. B, help to differentiate lactose fermenting and non-lactose fermenting bacteria. C, lactose fermenting bacteria produce pink color colony on McConkey agar. D, all of the above. ഇതിൻ്റെ ആൻസറും ഓപ്ഷൻ D, all of the above ആണ്. ഈ മാക്കോങ്കി അഗർ എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ ഡിഫറൻഷ്യൽ മീഡിയ ആണ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഐസൊലേഷൻ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ശരിയാണ്. അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ആൻഡ് നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ബാക്ടീരിയകളെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി മാക്കോക്കി അഗർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ബാക്ടീരിയനെയും നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ബാക്ടീരിയനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ബാക്ടീരിയ ആണെങ്കിൽ പിങ്ക് കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ നോൺ ഫെർമെൻറ്റിംഗ് ബാക്ടീരിയസ് ആണെങ്കിൽ കളർലെസ് ആയിട്ടുള്ള കോളനീസാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇത്തരത്തിൽ പിങ്ക് കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ബാക്ടീരിയക്ക് ഒരു എക്സാമ്പിളാണ് ഈ കോളൈ, എസ്കേർഷ്യ കൊളൈ. അതുപോലെ കളർലെസ് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നോൺ ഫെർമെൻറ്റിംഗ് ബാക്ടീരിയാസിന് എക്സാമ്പിളാണ് ഷിഗല്ല. ചില സ്ഥലങ്ങളിൽ കളർലെസ് എന്നുള്ളതിന് പകരം പെയിൽ കളർ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വന്നാലും നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ബാക്ടീരിയാസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, വിച്ച് മീഡിയ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ യൂറിൻ സ്പെസിമെൻസ്? ഓപ്ഷൻസ്: A, ക്ലഡ് അഗർ, B, ബ്ലഡ് അഗർ, C, ന്യൂട്രിയൻ്റ് അഗർ, D, നൺ ഓഫ് ദീസ്. ആൻസർ ഈസ് ഓപ്ഷൻ A, ക്ലഡ് അഗർ. ഈ ക്ലഡ് അഗറിൻ്റെ ഫുൾ ഫോം എന്താണ്? സിസ്റ്റീൻ ലാക്ടോസ് ഇലക്ട്രോലൈറ്റ് ഡെഫിഷ്യൻ്റ് അഗർ.
ഈ ക്ലെഡഗറും നമ്മുടെ ഡിഫറൻഷ്യൽ മീഡിയയ്ക്ക് എക്സാമ്പിളാണ്. അപ്പോൾ അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് യൂറിൻ സ്പെസിമെൻസിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ഓൾ ദ ഫോളോവിങ് ആർ ട്രൂ എബൌട്ട് അനറോബിക് മീഡിയ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ യൂസ്ഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് ഒബ്ലിഗേറ്റ് അനറോബ്സ്, ബി കണ്ടെയ്നിങ് റെഡ്യൂസിങ് സബ്സ്റ്റൻസസ്, സി റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് ബ്രോത്ത് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദീസ് മീഡിയ, ഡി കണ്ടെയ്നിങ് ഓക്സിഡൈസിങ് സബ്സ്റ്റൻസസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അനറോബിക് മീഡിയ എന്ന് വെച്ചാൽ അതിൽ ഓക്സിജൻ ഉണ്ടാവില്ല, അതുപോലെ ഓക്സിഡൈസിങ് സബ്സ്റ്റൻസസും ഉണ്ടാവില്ല. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒബ്ലിഗേറ്റ് അനറോബ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റെഡ്യൂസിങ് സബ്സ്റ്റൻസ് ആണ് അതിൽ ഉണ്ടാവുക. അതിന് എക്സാമ്പിളാണ് റോബർട്ട്സൺസ് കുക്ക്ഡ് മീറ്റ് ബ്രോത്ത്. ഈ റോബർട്ട്സൺസ് കുക്ക്ഡ് മീറ്റ് ബ്രോത്തിൽ ബീഫിൻ്റെ സ്മോൾ പാർട്ടിക്കിൾസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൾച്ചറിലെ ബാക്ടീരിയ പ്രോട്ടിയോലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഈ റോബർട്ട്സൺസ് കുക്ക്ഡ് മീറ്റ് ബ്രോത്തിലെ മീറ്റ് പാർട്ടിക്കിൾസ് ബ്ലാക്ക് കളറായിട്ട് മാറും. പ്രോട്ടിയോലിറ്റിക് ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ബ്രേക്ക് ദ പ്രോട്ടീൻസ്. അതുപോലെ ബാക്ടീരിയ സാക്രോലിറ്റിക് ആണെങ്കിൽ, സാക്രോലിറ്റിക് എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ബ്രേക്ക് ദ പോളിസാക്കറൈഡ്സ്. അപ്പോൾ സാക്രോലിറ്റിക് ആണെങ്കിൽ മീറ്റ് പാർട്ടിക്കിൾസ് എന്തായിട്ട് മാറും? പിങ്ക് കളറായിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൾച്ചർ മീഡിയം യൂസ്ഡ് ഫോർ ഫംഗസ് ഈസ് ഓപ്ഷൻസ് എ സെബോറോഡ്സ് മീഡിയം, ബി ന്യൂട്രിയൻ്റ് അഗർ, സി എൽജെ മീഡിയം, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. സെബോറോഡ്സ് മീഡിയം ആണ് നമ്മൾ ഫംഗസിൻ്റെ കൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയം. അപ്പോൾ കൾച്ചർ മീഡിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഗ്രാം സ്റ്റെയിനിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.